ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിഥീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്, ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം വന്ന് കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയി. ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് പോയത്. അപ്പോൾ അവിടുത്തെ ചില മനോഹരമായ കാഴ്ചകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക്. ഞങ്ങളിവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജംഗിൾ സഫാരിയാണ്. നിരവധി തവണ പോയിട്ടുണ്ടെങ്കിലും സഫാരി പോകാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം കുട്ടികളൊക്കെ ചെറുതായിരുന്ന ആ സമയത്ത്. ഇപ്രാവശ്യമെങ്കിലും സഫാരിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യവും നടന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. രാവിലെ പോയാൽ തിരക്ക് കുറവായിരിക്കുമെന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ വൈകുന്നേരം വരെ ചിലവഴിച്ച് കാണാനുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാനുണ്ട്. ബന്നാർഘട്ട പാർക്കിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജംഗിൾ സഫാരിയാണ്. ജംഗിൾ സഫാരി എന്ന് പറയുന്നത് അവരുടെ തന്നെ വാഹനത്തിൽ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി മൃഗങ്ങളെ നമുക്ക് അടുത്ത് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നീട് അവിടെ സൂ, ബട്ടർഫ്ലൈ പാർക്ക്, സ്നേക്ക് പാർക്ക്, മ്യൂസിയം എന്നിവയൊക്കെ കാണാനുണ്ട്. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ട്രാഫിക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം നാഷണൽ പാർക്കിലേക്ക് എത്താൻ പറ്റി. ഏകദേശം ഞങ്ങൾ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 10-11 മണിയാകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരാൾക്ക് സഫാരി പോകണമെങ്കിൽ 260 രൂപയാണ് ചാർജ്. AC ബസ്സിലാണ് പോകുന്നതെങ്കിൽ 500 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലെത്തി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. സൂയിലേക്കാണെങ്കിൽ 80 രൂപയാണ് ചാർജ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഓൺലൈൻ ടിക്കറ്റ് സൗകര്യം ഉണ്ട്. ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് സീബ്രയെ പരിചരിക്കുന്ന സ്ഥലമാണ്. സീബ്രയൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് മുമ്പോട്ട് പോയാൽ അവിടെ കാണുന്നത് ജിറാഫാണ്. 2 ജിറാഫ് ഉണ്ട് അവിടെ. ജിറാഫിനെയൊക്കെ കാണുമ്പോൾ മക്കൾക്ക് വലിയ സന്തോഷമായിരുന്നു. ജിറാഫിനെ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ടൈഗറാണ്. പക്ഷെ ടൈഗർ ഉണ്ട് ഇവിടെ, 2-3 ടൈഗർ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ടൈഗർ കിടന്നുറങ്ങുകയാണ്. ടൈഗർ അടുത്ത് കാണാൻ പറ്റിയില്ല. ആ ഒരു ഷെഡിൽ കിടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മാനുകളാണ് ഉള്ളത്. നിരവധി മാനുകളുണ്ട് അവിടെ. പല തരത്തിലുള്ള മാനുകളും അവിടെ കാണാനുണ്ട്. അവിടെ നിന്ന് നേരെ പോയത് ഹിപ്പോപ്പൊട്ടമസിനെ കാണാനാണ്. അവിടെ അപ്പുറത്ത് തന്നെ വീണ്ടും കുറച്ച് മാനുകളെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആനകളെയാണ്. മുൻപ് ഒരുപാട് ആനകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ 2 എണ്ണം മാത്രമേ കാണുന്നുള്ളൂ. മുൻപൊക്കെ ഇതിനുള്ളിൽ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ കൊറോണ ആയത് കാരണം തോന്നുന്നു
അതൊന്നും എല്ലാ ഷോപ്പും ഐസ്ക്രീം ഷോപ്പ് ചാറ്റ് സെൻ്ററൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാനില്ല. കൊറോണ ആയതുകൊണ്ട് അടച്ചതായിരിക്കുമെന്ന് തോന്നുന്നു. അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന ചീറ്റകളെയാണ്. ലെപ്പേർഡ്. ഒരു 3-4 ചീറ്റകളുണ്ട് അവിടെ. ദൂരത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ലയൺ സിംഹങ്ങളും ഉണ്ട് അവിടെ. അവരും അവിടെ വിശ്രമിക്കുകയാണ്. കുടിവെള്ള സൗകര്യമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് അവിടെ നിന്ന് നേരെ പോയത് സ്നേക്ക് പാർക്കിലാണ്. സ്നേക്ക് പാർക്കിൽ പോയെങ്കിൽ സ്നേക്കുകളൊന്നും കാണാൻ പറ്റിയില്ല. എല്ലാം മരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. കുറേ വലിയ വലിയ സ്നേക്കുകൾ, പാമ്പുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എല്ലാം മരത്തിൻ്റെ മുകളിലും അതിൻ്റെ ഹോൾസുകളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അടുത്ത് കാണാൻ പറ്റിയില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കോഴികളെയാണ്. പല തരത്തിലുള്ള കോഴികളെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കാണുന്നത് ആമകളെയാണ്. ടോർട്ടോയ്സ് ആണ്. ഇവിടെയും പലതരത്തിലുള്ള ആമകളെ നമുക്ക് കാണാൻ പറ്റും. ഇനി കാണാൻ പോകുന്നത് പക്ഷികളെയാണ്. പലതരത്തിലുള്ള പക്ഷികൾ ഇവിടെയുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം പലതരത്തിലുള്ള പക്ഷികളാണ് ഉള്ളത്. പീകോക്ക് മുതൽ എല്ലാതരം പക്ഷികളും ഇവിടെ ഉണ്ട്. പക്ഷെ വളരെ ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആയതുകൊണ്ട് അടുത്ത് കാണാൻ പറ്റുന്നില്ല. പിന്നീട് കണ്ടത് മുതലകളാണ്. ക്രൊക്കഡൈലാണ്. കുറേ മുതലകളുണ്ട് ഇവിടെ. ഇവിടെയും പക്ഷികളാണുള്ളത്. നിരവധി പക്ഷികൾ ഇവിടെയുണ്ട്. സ്വാൻ, കൊക്ക്, ഡക്ക്, അതും മാത്രമല്ല നിരവധി വേറെ പക്ഷികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ പാർക്കും മ്യൂസിയമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതൊന്നും കാണാൻ പോയില്ല. കുറേ പ്രാവശ്യം കണ്ടത് കാരണം കാണാനൊന്നും പോയിട്ടില്ല. ഇനി ഞങ്ങൾ പാർക്കിന് പുറത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പാർക്കിൻ്റെ പുറത്തേക്ക് വന്നു. പാർക്കിന് പുറത്ത് വന്നതിന് ശേഷം നമുക്കിവിടെ കഴിക്കാനുള്ളതൊക്കെ അവൈലബിൾ ആണ്. സ്വീറ്റ് കോൺ, മിക്സ്ഡ് ഫ്രൂട്ട്, മറ്റേ വേരിപ്പൂരി, പാനിപ്പൂരി, മസാലപ്പൂരി എന്നിങ്ങനെ ചാട്സുകളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ മക്കൾക്ക് എന്തോ വേണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണ്. ബബിൾസ് എന്തോ വാങ്ങിക്കുകയാണ്. ബബിൾസ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മടങ്ങി. ഇനി ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് മടങ്ങി പോവുകയാണ്. സഫാരി പോകണം എന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ സഫാരി പോകാൻ പറ്റിയില്ല. നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എടുത്ത ചില വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.